നമസ്കാരം. ഇന്ന് നമ്മൾ വിൽ, ഷാൽ എന്നീ രണ്ട് വാക്കുകളെപ്പറ്റി വിശദമായിട്ട് പഠിക്കുകയാണ്. ഇത് ഭാവി കാലത്തെ സൂചിപ്പിക്കുവാൻ, അതായത് ഇനിമേൽ നടക്കുവാൻ പോകുന്ന കാലത്തെ സൂചിപ്പിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളാണ്. അത് കൂടാതെയുള്ള ചില ഉപയോഗങ്ങളും ഇതിനുണ്ട്. അതിനെപ്പറ്റിയൊക്കെ നമ്മൾ വിശദമായിട്ടൊന്ന് ഇവിടെ പഠിക്കുകയാണ്. ഇവിടെ ഇവ സർവനാമങ്ങളുടെയും നാമങ്ങളുടെയും കൂടെയാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ സർവനാമങ്ങളും ചില നാമങ്ങളും ഇവിടെ എഴുതിയിട്ടുണ്ട്. സർവനാമങ്ങളെ സാധാരണഗതിയിൽ 3 ഗ്രൂപ്പായിട്ട് തിരിക്കാറുണ്ട്. ഫസ്റ്റ് പേഴ്സണൽ പ്രൊനൗൺസ്, സെക്കൻഡ് പേഴ്സണൽ പ്രൊനൗൺസ് ആൻഡ് തേർഡ് പേഴ്സണൽ പ്രൊനൗൺസ് എന്നിങ്ങനെയാണ് അങ്ങനെ തിരിക്കാറുള്ളത്. ഒരു സംഭാഷണം തുടങ്ങുന്ന ആളാണ് ഫസ്റ്റ് പേഴ്സണൽ പ്രൊനൗൺസ് വിഭാഗത്തിൽ വരുന്നത്. അത് ഇവിടെ ഐ, വി എന്നീ വാക്കുകളാണ്. ഫസ്റ്റ് പേഴ്സണൽ പ്രൊനൗൺസ് ആരോട് സംസാരിക്കുന്നുവോ അതാണ് സെക്കൻഡ് പേഴ്സണൽ പ്രൊനൗൺസ്. അത് ഇവിടെ യു ആണ്. ആരെ പറ്റിയാണ് ഫസ്റ്റ് പേഴ്സണൽ പ്രൊനൗൺസ് സെക്കൻഡ് പേഴ്സണൽ പ്രൊനൗൺസുകളോട് സംസാരിക്കുന്നത്? അതാണ് തേർഡ് പേഴ്സണൽ പ്രൊനൗൺസ്. അത് ഹി, ഷീ, ഇറ്റ്, ദേ എന്നിവ. എല്ലാ നാമങ്ങളും തേർഡ് പേഴ്സണൽ വിഭാഗത്തിലാണ് പെടുക. ഇപ്പം ഇവിടെ വിൽ, ഷാൽ എന്നിവ എവിടെയാണ് ചേർക്കേണ്ടതെന്ന് വ്യക്തമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. ഷാൽ എന്ന വാക്ക് സാധാരണ ഐ, വി എന്നീ പ്രൊനൗൺസിൻ്റെ കൂടെ, അതായത് ഫസ്റ്റ് പേഴ്സണൽ പ്രൊനൗൺസിൻ്റെ കൂടെ മാത്രമേ ഷാൽ എന്ന വാക്ക് ഉപയോഗിക്കാവൂ. ഫോർ സിമ്പിൾ ഫ്യൂച്ചറിറ്റിക്ക് വേണ്ടി, അതായത് ലളിതമായ ഭാവി കാലത്തെ സൂചിപ്പിക്കുവാൻ വേണ്ടി ഷാൽ എന്ന വാക്ക് വേണം ഫസ്റ്റ് പേഴ്സണൽ പ്രൊനൗൺസിൻ്റെ കൂടെ. അത് ഏകവചനത്തിൻ്റെയും ബഹുവചനത്തിൻ്റെയും കൂടെ ഷാൽ തന്നെ ഉപയോഗിക്കണം. ബാക്കി സെക്കൻഡ് പേഴ്സണൽ പ്രൊനൗൺസ്, തേർഡ് പേഴ്സണൽ പ്രൊനൗൺസ്, മറ്റ് നാമങ്ങൾ ഇവയുടെ എല്ലാം കൂടെ വിൽ എന്ന വാക്ക് വേണം സിമ്പിൾ ഫ്യൂച്ചറിറ്റിയെ സൂചിപ്പിക്കുവാൻ ചേർക്കേണ്ടത്. ഇവിടെ അതിന് താഴെയായിട്ട് ഇവിടെ ഇപ്പോൾ പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ് എന്നും പറഞ്ഞ് 3 രൂപത്തിൽ ഒരു ക്രിയ മാറുന്ന രൂപവും തന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ ഗോ എന്ന വാക്കിനർത്ഥം പോവുക എന്നാണ്. പ്രസൻറ്റ് ടെൻസിൽ അത് ഐ ഗോ എന്നാൽ ഞാൻ പോകുന്നു. പാസ്റ്റ് ടെൻസിൽ ഗോ എന്ന വാക്കിൻ്റെ പാസ്റ്റ് ടെൻസ് വെൻറ്റ്, പോയി എന്നർത്ഥം. അപ്പോൾ ഐ വെൻറ്റ്, ഞാൻ പോയി. ഇനി ഞാൻ പോകും, അത് ഇനിമേൽ നടക്കുന്നതാണ്. അതിന് ഗോയുടെ മുമ്പിൽ സർവനാമത്തിന് അനുസരിച്ച് ഷാലോ വില്ലോ ചേർക്കണം. ഐ ഷാൽ ഗോ അല്ലെങ്കിൽ ഹി വിൽ ഗോ എന്നിങ്ങനെ രൂപം മാറും. അപ്പോൾ ഞാൻ പോകുന്നു, ഐ ഗോ. ഞാൻ പോയി, ഐ വെൻറ്റ്. ഞാൻ പോകും, ഐ ഷാൽ ഗോ. ഈ രൂപം നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കുക. അപ്പോൾ വിൽ, ഷാൽ എന്നിവ ഇനിമേൽ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ വിൽ, ഷാൽ ഉപയോഗിച്ച് സാധാരണ സിമ്പിൾ ഫ്യൂച്ചറിറ്റി, ഭാവി കാലം എങ്ങനെ ഉണ്ടാക്കുമെന്ന് ചില വാചകങ്ങളിലൂടെ നിങ്ങളെ ഞാൻ ആദ്യം പഠിപ്പിക്കുകയാണ്. ഇപ്പം നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ ഷാൽ എന്ന വാക്ക് ഫോർ സിമ്പിൾ ഫ്യൂച്ചറിറ്റി, it is always used with the first personal pronouns like I and we. ഇവിടെ നോക്കൂ, ഐ ഷാൽ മേക്ക് എ ലോങ് സ്പീച്ച് ഓൺ ചിൽഡ്രൻസ് ഡേ. ഐ ഷാൽ മേക്ക്, ഞാൻ നടത്തും, എ ലോങ് സ്പീച്ച്, ഒരു ദീർഘമായ പ്രസംഗം, ഓൺ ചിൽഡ്രൻസ് ഡേ, ചിൽഡ്രൻസ് ഡേയെ പറ്റി. ഓണെന്ന് വെച്ചാൽ ഇവിടുത്തെ അർത്ഥം പറ്റി അല്ലെങ്കിൽ കുറിച്ച്, ശിശുദിനത്തെക്കുറിച്ച് ഞാനൊരു ദീർഘമായ പ്രസംഗം ഐ ഷാൽ മേക്ക്. ഞാൻ മേക്ക് എന്ന വാക്കിനർത്ഥം ഉണ്ടാക്കുക എന്നാണ്, പക്ഷേ ഇവിടുത്തെ അർത്ഥം നടത്തുക എന്നാണ്. ഐ ഷാൽ മേക്ക് എ ലോങ് സ്പീച്ച്, ഞാനൊരു ദീർഘമായ പ്രസംഗം നടത്തും ഓൺ ചിൽഡ്രൻസ് ഡേ, ശിശുദിനത്തെപ്പറ്റി. നെക്സ്റ്റ് സെൻറ്റൻസ്, ഐ ഷാൽ ഡു മൈ ഹോം വർക്ക് ടുനൈറ്റ്. ഐ ഷാൽ ഡു, ഞാൻ ചെയ്യും, മൈ ഹോം വർക്ക്, എൻ്റെ ഹോം വർക്ക്, ടുനൈറ്റ്, ഇന്ന് രാത്രി, ഇന്ന് രാത്രി ഞാൻ എൻ്റെ ഹോം വർക്ക് ചെയ്യും. നെക്സ്റ്റ്, വി ഷാൽ പ്ലേ ക്രിക്കറ്റ് ടുമോറോ. വി ഷാൽ പ്ലേ, ഞങ്ങൾ കളിക്കും, ക്രിക്കറ്റ് ടുമോറോ, നാളെ ക്രിക്കറ്റ്, നാളെ ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കും. ഐ ഷാൽ മീറ്റ് സം ഓഫ് മൈ ഫ്രണ്ട്സ് ടുഡേ. ഐ ഷാൽ മീറ്റ്, ഞാൻ കണ്ടുമുട്ടും, സം ഓഫ് മൈ ഫ്രണ്ട്സ്, എൻ്റെ കൂട്ടുകാരിൽ ചിലരെ, ടുഡേ, ഇന്ന്, ഇന്ന് ഞാൻ എൻ്റെ കൂട്ടുകാരിൽ ചിലരെ കാണും അല്ലെങ്കിൽ കണ്ടുമുട്ടും. നെക്സ്റ്റ് സെൻറ്റൻസ്, വി ഷാൽ ഗോ ടു മുംബൈ നെക്സ്റ്റ് വീക്ക്. വി ഷാൽ ഗോ, ഞങ്ങൾ പോകും, ടു മുംബൈ, മുംബൈയിലേക്ക്, നെക്സ്റ്റ് വീക്ക്, അടുത്ത ആഴ്ച.
ഇവിടെ ഈ ഷാല് ചേർത്ത് പറഞ്ഞ എല്ലാ സെൻറ്റൻസുകളും ഇനിമേൽ നടക്കാൻ പോകുന്ന സാധ്യതകളെ പറ്റിയാണ്. പോകും അല്ലെങ്കിൽ ഇന്നത് ചെയ്യും എന്ന സാധ്യതകളെ പറ്റിയാണ് പറയുന്നത്. അത് നടക്കുവാനും നടക്കാതിരിക്കുവാനും സാധ്യത കൂടി ഉണ്ട്. നെക്സ്റ്റ്, ഇതേ അർത്ഥത്തിൽ സെക്കൻഡ് പേഴ്സണൽ പ്രൊനൗൺസിൻ്റെയും തേർഡ് പേഴ്സണൽ പ്രൊനൗൺസിൻ്റെയും കൂടെ വില്ലാണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കൂ, യു വിൽ മീറ്റ് മീ ടുഡേ ഈവനിങ്. യു വിൽ മീറ്റ് മീ, നിങ്ങൾ എന്നെ കാണും. ടുഡേ ഈവനിങ്, ഇന്ന് വൈകുന്നേരം നിങ്ങൾ എന്നെ കാണും അല്ലെങ്കിൽ കണ്ടുമുട്ടും. നെക്സ്റ്റ് സെൻറ്റൻസ്, ഹീ വിൽ വിസിറ്റ് റോം നെക്സ്റ്റ് വീക്ക്. ഹീ വിൽ വിസിറ്റ് റോം, അവൻ റോം സന്ദർശിക്കും. നെക്സ്റ്റ് വീക്ക്, അടുത്ത ആഴ്ച അവൻ റോം സന്ദർശിക്കും. ഷീ വിൽ ട്രൈ, അവൾ പരിശ്രമിക്കും. ടു സോൾവ് ഹെർ പ്രോബ്ലംസ്, അവളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ. വിത്തിൻ 1 വീക്ക്, ഒരാഴ്ചയ്ക്കുള്ളിൽ അവളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ അവൾ പരിശ്രമിക്കും. നെക്സ്റ്റ് സെൻറ്റൻസ്, ദേ വിൽ വെയിറ്റ് ഫോർ മീ അറ്റ് ദി റെയിൽവേ സ്റ്റേഷൻ അൻറ്റിൽ ഐ റീച്ച് ദെയർ. ദേ വിൽ വെയിറ്റ് ഫോർ മീ, അവർ എനിക്ക് വേണ്ടി കാത്തു നിൽക്കും. അറ്റ് ദി റെയിൽവേ സ്റ്റേഷനിൽ, അൻറ്റിൽ വരെ, ഐ റീച്ച് ദെയർ, ഞാൻ എത്തുന്നത്. അൻറ്റിൽ ഐ റീച്ച് ദെയർ, ഞാൻ അവിടെ എത്തുന്നത് വരെ അവർ എനിക്ക് വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ കാത്തു നിൽക്കും. നെക്സ്റ്റ് സെൻറ്റൻസ്, സംടൈംസ് ഇറ്റ് വിൽ ഹാപ്പൻ അറ്റ് ദി നെക്സ്റ്റ് മോമെൻറ്റ്. സംടൈംസ്, ചിലപ്പോൾ, ഇറ്റ് വിൽ ഹാപ്പൻ, അത് സംഭവിക്കും. അറ്റ് ദി നെക്സ്റ്റ് മോമെൻറ്റ്, അടുത്ത നിമിഷത്തിൽ ചിലപ്പോൾ അത് സംഭവിക്കും അല്ലെങ്കിൽ സംഭവിക്കാം എന്നും അർത്ഥമെടുക്കാം. അപ്പോൾ ഇവിടെയെല്ലാം ആദ്യം ഷാൽ ഉപയോഗിച്ചും പിന്നീട് വില്ല് ഉപയോഗിച്ചും പറയുന്നതെല്ലാം ഇനിമേൽ നടക്കുവാൻ പോകുന്ന സാധ്യതകളെ പറ്റിയാണ്, ഇനിമേൽ നടക്കുവാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയാണ്. ഈ സാധ്യതകൾ ചിലപ്പോൾ നടക്കുവാനും നടക്കാതിരിക്കുവാനും സാധ്യതയുണ്ട്. ഇനി ഇതേ ഷാൽ, വിൽ എന്നീ വാക്കുകൾ തിരിച്ചിടുകയാണെങ്കിൽ, എന്ന് വെച്ചാൽ ഐയുടെയും വിയുടെ കൂടെയും നമ്മൾ ഷാൽ ഉപയോഗിച്ചിട്ടാണ് സാധാരണഗതിയിൽ ഭാവി കാലത്തെ പറ്റിയുള്ള സെൻറ്റൻസുകൾ ഉണ്ടാക്കുന്നത്. എന്നാൽ ഷാലിന് പകരം വില്ല് ചേർക്കുകയാണെന്ന് കരുതുക. അതുപോലെ സെക്കൻഡ് പേഴ്സണൽ പ്രൊനൗൺസിൻ്റെ കൂടെ സിമ്പിൾ ഫ്യൂച്ചറിറ്റി സൂചിപ്പിക്കുവാൻ നമ്മൾ വില്ലാണ് ഉപയോഗിച്ചത്. ഇവിടെ വില്ലിന് പകരം ഷാലാണ് ഉപയോഗിക്കുന്നു എന്നും കൂടി ചിന്തിക്കുക. എങ്കിൽ അർത്ഥം മൊത്തത്തിൽ അങ്ങോട്ട് മാറുകയാണ് ചെയ്യുന്നത്. ആ മാറ്റം എന്താണെന്ന് നമുക്കിവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഇവിടെ ഫസ്റ്റ് പേഴ്സണൽ പ്രൊനൗൺസിൻ്റെ കൂടെ ഷാലിന് പകരം വില്ല് ഉപയോഗിച്ചാൽ, ഇവിടെ ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നു, ഇറ്റ് ഇംപ്ലൈസ് ഡിറ്റർമിനേഷൻ, അത് ദൃഢനിശ്ചയത്തെ ധ്വനിപ്പിക്കുന്നു. ആ വാക്കുകൾ പറയുന്ന ആളുടെ ഉറച്ച തീരുമാനത്തെ, ദൃഢനിശ്ചയത്തെ സൂചിപ്പിക്കുന്നു. ഇവിടെ നോക്കൂ, ഐ വിൽ മേക്ക് എ ലോങ് സ്പീച്ച് ഓൺ ചിൽഡ്രൻസ് ഡേ. ഐ വിൽ മേക്ക്, ഞാൻ നടത്തുക തന്നെ ചെയ്യും. എ ലോങ് സ്പീച്ച്, ഒരു ദീർഘമായ പ്രസംഗം. ഓൺ ചിൽഡ്രൻസ് ഡേ, ശിശുദിനത്തെപ്പറ്റി ഞാൻ ദീർഘമായ ഒരു പ്രസംഗം നടത്തുക തന്നെ ചെയ്യും. അത് ദൃഢനിശ്ചയം, ഉറപ്പിനെ കാണിക്കുന്നു. പറയുന്ന ആളുടെ ദൃഢനിശ്ചയത്തെ അത് സൂചിപ്പിക്കുന്നു. നെക്സ്റ്റ്, ഐ വിൽ ഡു മൈ ഹോം വർക്ക് ടുനൈറ്റ്. ഐ വിൽ ഡു, ഞാൻ ചെയ്യുക തന്നെ ചെയ്യും. മൈ ഹോംവർക്ക്, എൻ്റെ ഹോംവർക്ക്, ടുനൈറ്റ്, ഇന്ന് രാത്രി ഞാൻ എൻ്റെ ഹോംവർക്ക് ചെയ്യുക തന്നെ ചെയ്യും. നെക്സ്റ്റ് സെൻറ്റൻസ്, വി വിൽ പ്ലേ ക്രിക്കറ്റ് ടുമോറോ. വി വിൽ പ്ലേ, ഞങ്ങൾ കളിക്കുക തന്നെ ചെയ്യും. ക്രിക്കറ്റ് ടുമോറോ, നാളെ ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കുക തന്നെ ചെയ്യും. നെക്സ്റ്റ് സെൻറ്റൻസ്, ഐ വിൽ മീറ്റ് സം ഓഫ് മൈ ഫ്രണ്ട്സ് ടുഡേ. ഐ വിൽ മീറ്റ്, ഞാൻ കാണുക തന്നെ ചെയ്യും അല്ലെങ്കിൽ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. സം ഓഫ് മൈ ഫ്രണ്ട്സ്, എൻ്റെ കൂട്ടുകാരിൽ ചിലരെ, ടുഡേ, ഞാൻ ഇന്ന് എൻ്റെ കൂട്ടുകാരിൽ ചിലരെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. നെക്സ്റ്റ് സെൻറ്റൻസ്, വി വിൽ ഗോ ടു മുംബൈ നെക്സ്റ്റ് വീക്ക്. വി വിൽ ഗോ, ഞങ്ങൾ പോവുക തന്നെ ചെയ്യും. ടു മുംബൈയിലേക്ക്, നെക്സ്റ്റ് വീക്ക്, അടുത്ത ആഴ്ച ഞങ്ങൾ മുംബൈയിലേക്ക് പോവുക തന്നെ ചെയ്യും. ഇവിടെ എല്ലാം ഒരു പ്രവൃത്തി ഉറപ്പായിട്ടും ചെയ്യുമെന്ന് പറയുന്നയാൾ ഉറപ്പിച്ചു പറയുന്നു. ഇറ്റ് ഇംപ്ലൈസ് ഡിറ്റർമിനേഷൻ, ദൃഢനിശ്ചയത്തെ ധ്വനിപ്പിക്കുന്നു അല്ലെങ്കിൽ സൂചിപ്പിക്കുന്നു. ഇനി സെക്കൻഡ് ആൻഡ് തേർഡ് പേഴ്സൺസിൻ്റെ കൂടെ വില്ലിന് പകരം ഷാൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ മസ്റ്റ് ഓർ ഷുഡ്. ആ ഷാലിൻ്റെ അർത്ഥം ഏകദേശം മസ്റ്റിൻ്റെയും ഷുഡിൻ്റെയും, അതായത്
മസ്റ്റ് എന്ന് വെച്ചാൽ വേണം, ഒഴിച്ചുകൂടാൻ പാടില്ല എന്നുള്ള രീതിയിൽ ഷുഡും നിർബന്ധപൂർവം ചെയ്യണമെന്നുള്ള അർത്ഥം വരുന്നു. ഇവിടെ മസ്റ്റ് എന്ന് വെച്ചാൽ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പാടില്ലാത്തതാണ്. അതേസമയം ഷുഡ് എന്ന് പറയുന്നത് നിർബന്ധമാണ് എങ്കിലും മസ്റ്റിൻ്റെ അത്രയും കടുപ്പം അതിനില്ല. അങ്ങനെ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഉത്തമം എന്ന അർത്ഥമാണ് ഷുഡിന് വരുന്നത്. ഇറ്റ് ഇംപ്ലൈസ് ഓർഡർ ഓർ കമാൻഡ്. ഇത് ആജ്ഞയോ കമാൻഡിനെയോ, കമാൻഡും ആജ്ഞയും നമ്മൾ മലയാളാർത്ഥം എടുക്കുമ്പോൾ ഏകദേശം സെയിമാണ് എങ്കിലും ആജ്ഞാപിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് പലരോടും ആജ്ഞാപിക്കാൻ നമുക്കും സാധിക്കും. എന്നാൽ കമാൻഡ് ചെയ്യുക എന്ന് വെച്ചാൽ സാധാരണ രീതിയിൽ ഒഫീഷ്യലായിട്ടുള്ള ഒരു കാര്യമാണ്. സുപ്പീരിയർ ആയിട്ടുള്ള ഒരാൾ അയാളുടെ കീഴ് ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കുന്ന നിർദ്ദേശമാണ് സാധാരണ കമാൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊരു ഓർഡർ, കമാൻഡ് ഇതിനെയൊക്കെ സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് സാധാരണഗതിയിൽ ഷാൽ എന്ന വാക്ക് സെക്കൻഡ് ആൻഡ് തേർഡ് പേഴ്സണൽ പ്രൊനൗൺസിൻ്റെ കൂടെ ഉപയോഗിക്കുന്നത്. ഇതിന് മസ്റ്റ് അല്ലെങ്കിൽ ഷുഡ് എന്ന ഇംഗ്ലീഷ് വാക്കുകളുടെ അർത്ഥമാണ് ഏകദേശം അപ്പോൾ വരുന്നത്. അത് മനസ്സിലാക്കുക. ഇനി സെൻറ്റൻസ് നോക്കൂ. യു ഷാൽ നോട്ട് സിറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് മീ വിതൗട്ട് മൈ പെർമിഷൻ. യു ഷാൽ നോട്ട് സിറ്റ്, നിങ്ങൾ ഇരിക്കരുത്. ഇവിടെ നിങ്ങൾ എന്ന അർത്ഥം സാധാരണ കൊടുക്കൂല. കാരണം ഇവിടെ ഒരു സുപ്പീരിയർ അയാളുടെ കീഴ് ഉദ്യോഗസ്ഥനോട് പറയുന്ന രീതിയാണ് വരുന്നത്. നീ ഇരിക്കരുത്. ഇൻ ഫ്രണ്ട് ഓഫ് മീ, എൻ്റെ മുമ്പിൽ. വിത്തൗട്ട് മൈ പെർമിഷൻ, എൻ്റെ പെർമിഷൻ കൂടാതെ, എൻ്റെ അനുവാദമില്ലാതെ നീ എൻ്റെ മുമ്പിൽ ഇരിക്കരുത്. അതിൻ്റെ അർത്ഥം യു മസ്റ്റ് നോട്ട് സിറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് മീ വിത്തൗട്ട് മൈ പെർമിഷൻ എന്നാണ്. ഇവിടെ ഷാലിൻ്റെ അർത്ഥം മസ്റ്റായിട്ട് മാറുകയാണ്. അടുത്ത സെൻറ്റൻസ് നോക്കൂ. ഹീ ഷാൽ കം ടുമോറോ ടു മീറ്റ് മൈ ബ്രദർ. ഹീ ഷാൽ കം, അവൻ വരണം. ടുമോറോ, നാളെ. ടു മീറ്റ് മൈ ബ്രദർ, എൻ്റെ സഹോദരനെ കാണുവാൻ. എൻ്റെ സഹോദരനെ കാണുവാൻ അവൻ നാളെ വരണം. അതും ഇവിടെ വേണമെങ്കിൽ ഷുഡ് എന്ന വാക്കുകൊണ്ട് അതിനെ സൂചിപ്പിക്കാം. ഹി ഷുഡ് കം ടുമോറോ ടു മീറ്റ് മൈ ബ്രദർ, എൻ്റെ സഹോദരനെ കാണുവാൻ അവൻ നാളെ വരണം. ഷീ ഷാൽ ട്രൈ ടു സോൾവ് ഹെർ പ്രോബ്ലംസ് വിത്തിൻ 1 വീക്ക്. ഷീ ഷാൽ ട്രൈ, അവൾ ശ്രമിക്കണം. ടു സോൾവ്, പരിഹരിക്കുവാൻ. ഹെർ പ്രോബ്ലംസ്, അവളുടെ പ്രശ്നങ്ങൾ. വിത്തിൻ 1 വീക്ക്, ഒരാഴ്ചയ്ക്കുള്ളിൽ അവളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ അവൾ പരിശ്രമിക്കണം. ഇവിടെ ഷീ ഷുഡ് ട്രൈ സോൾവ് ഹെർ പ്രോബ്ലംസ് വിത്തിൻ 1 വീക്ക്. അടുത്ത് ഇറ്റ് ഷാൽ ഹാപ്പൻ അറ്റ് ദി റൈറ്റ് മോമെന്റ്. ഇറ്റ് ഷാൽ ഹാപ്പൻ, അത് സംഭവിക്കണം. അറ്റ് ദി റൈറ്റ് മോമെന്റ്, ശരിയായ സമയത്ത്, ശരിയായ നിമിഷത്തിൽ അത് സംഭവിക്കണം. ഇറ്റ് ഷുഡ് ഹാപ്പൻ അറ്റ് ദി റൈറ്റ് മോമെന്റ് എന്ന അർത്ഥം അതിന് വരുന്നു. നെക്സ്റ്റ്, ദേ ഷാൽ വെയിറ്റ് ഫോർ മീ അറ്റ് ദി റെയിൽവേ സ്റ്റേഷൻ അൻറ്റിൽ ഐ റീച്ച് ദെയർ. ദേ ഷാൽ വെയിറ്റ്, അവർ കാത്ത് നിൽക്കണം. ഫോർ മീ, എനിക്ക് വേണ്ടി. അറ്റ് ദി റെയിൽവേ സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷനിൽ. അൻറ്റിൽ ഐ റീച്ച് ദെയർ, ഞാൻ അവിടെ എത്തുന്നത് വരെ അവർ എന്നെ കാത്ത് നിൽക്കണം റെയിൽവേ സ്റ്റേഷനിൽ. ഇവിടെയും ഷുഡ് എന്ന അർത്ഥമായിരിക്കും കൂടുതൽ ഉത്തമമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇവിടെ മസ്റ്റ് അല്ലെങ്കിൽ ഷുഡ് എന്ന അർത്ഥമാണ് ഷാലിന് വരുന്നത്. ഷാല് സെക്കൻഡ് പേഴ്സൻ്റെയും തേർഡ് പേഴ്സൻ്റെയും കൂടെ ഉപയോഗിക്കുമ്പോൾ അത് മനസ്സിലാക്കണം. പിന്നെ ഒരു കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കുവാനുള്ളത്, ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഇത്രയും ഡീപ്പായിട്ട് ആരും ഇതൊന്നും നോക്കാറില്ല. സാധാരണ രീതിയിൽ നമ്മൾ ആദ്യം വായിച്ചതുപോലെ ഐയുടെയും വിയുടെ കൂടെയും ഷാലും ചേർത്ത് ബാക്കിയുള്ളതിൻ്റെ കൂടെ വില്ലും ചേർത്തുള്ള ഉപയോഗ രീതിയാണ് സാധാരണ രീതിയിൽ ഉപയോഗിക്കുക. പിന്നെ ഇവിടെ ഇപ്പോൾ മസ്റ്റ്, ഷുഡ് എന്നീ വാക്കുകളൊക്കെ ഇംഗ്ലീഷിലുള്ളത് കൊണ്ട് അത് ഉപയോഗിച്ച് തന്നെയായിരിക്കും കൂടുതൽ ഇതുപോലുള്ള വാചകങ്ങൾ സംസാരിക്കുന്നത്. അത് തന്നെയായിരിക്കും കൂടുതൽ ഉത്തമം. ഇനി ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക. ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് അപേക്ഷിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ നമ്മൾ ഇന്ന് പഠിച്ച വില്ലിനോടും ഷാലിനോടും നോട്ട് ചേർത്ത് അതിൻ്റെ നെഗറ്റീവ് ഫോംസ് ഉണ്ടാക്കുകയാണ്. വിൽ നോട്ട് എന്നാൽ അതിനെ ചുരുക്കി വോണ്ട് എന്നും, ഷാൽ നോട്ട് എന്ന് വെച്ചാൽ ചുരുക്കി ഷാൻഡ് എന്നും നമ്മൾ പഠിക്കും. ഇപ്പോൾ ഉദാഹരണം, വിൽ നോട്ട് ഗോ, പോവുകയില്ല. അത് വോണ്ട് ഗോ, പോവുകയില്ല. ഷാൽ നോട്ട് ഗോ, പോവുകയില്ല. ഷാൻഡ് ഗോ, പോവുകയില്ല. അത് ഏതേത് നാമങ്ങളുടെയും സർവനാമങ്ങളുടെയും കൂടെ ഉപയോഗിക്കണമെന്നൊക്കെ നമ്മൾ വിശദമായിട്ട് അടുത്ത പാർട്ടിൽ പഠിക്കും. താങ്ക് യു വെരി മച്ച്.